ഇപ്പോൾ നാട്ടിൽ ആ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്നു. നാഷണൽ ഹൈവേ മാത്രമല്ല, പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് സംസ്ഥാനമെന്ന നിലയിൽ വലിയൊരിടപെടൽ. അതാണ് തീരദേശ ഹൈവേ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മലയോര ഹൈവേ. രണ്ടിനും കൂടി 10,000 കോടി രൂപ സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരാണ് ആ പണം മുഴുവൻ ചെലവിടുന്നത്. അപ്പോൾ നാഷണൽ ഹൈവേ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ആ രണ്ടിൻ്റെയും പണി നല്ല രീതിയിൽ നടക്കുന്നു. വേഗത്തിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം നാട്ടിലാകെ നല്ല റോഡ്, വിവിധങ്ങളായ പാലങ്ങൾ, ചിലയിടത്ത് ഫ്ലൈ ഓവറുകൾ എല്ലാം വന്നിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഓവർ ബ്രിഡ്ജുകൾ. ഇങ്ങനെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റം നമ്മുടെ നാടിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ കോവളത്ത് നിന്ന് ബേക്കൽ വരെ നീളുന്ന ഒരു ജലപാത, ആ ജലപാത 600ഓളം കിലോമീറ്റർ നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം നുകരാൻ വേണ്ടി വരുന്ന വിനോദസഞ്ചാരികളെ വല്ലാത്ത ഹരം കൊള്ളിക്കുന്ന ഒന്നായിരിക്കും. ആ ജലപാത, അതിൻ്റെ നിർമ്മാണവും അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ നാടിൻ്റെ മാറ്റത്തിന് ഇടയാക്കിയത് അന്ന് നാട്ടുകാർ ചൊല്ലിയ ആ ചൊല്ല് അന്വർത്ഥമായതിൻ്റെ ഭാഗം തന്നെയാണ്. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായാണ് ഈ മാറ്റം സംഭവിച്ചത് എന്ന് നാം കാണണം. അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ വിവിധ മേഖലകൾ പിറകോട്ടായിരുന്നു. എല്ലാറ്റിൻ്റെയും വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. നമുക്കറിയാം, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവിടെ പൈപ്പ് ലൈൻ ഇട്ട് ഗ്യാസ് കൊണ്ടുപോകാൻ തയ്യാറായി. പക്ഷേ സ്ഥലം എടുത്തു കൊടുക്കാൻ സർക്കാർ തയ്യാറായില്ല. അതും മുടങ്ങിപ്പോയി. 16-ൽ LDF സർക്കാർ വന്നപ്പോൾ ഗെയിലുകാരെ വിളിച്ചു വരുത്തി അവർക്ക് സ്ഥലമെടുത്തു കൊടുത്തു. ഇപ്പോൾ ആ പൈപ്പിലൂടെ ഗ്യാസ് സുഗമമായി പോവുകയാണ്. നമ്മുടെ ചില അടുക്കളകളിലും അതിൻ്റെ ഭാഗമായി പാചകവാതകം എത്തിക്കഴിഞ്ഞു. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി പല ഫാക്ടറികളിലും ഇന്ധനമായും ആ ഗ്യാസ് എത്തിക്കഴിഞ്ഞു. ഇതേപോലെ തന്നെയാണ് എടമൺ കൊച്ചി പവർ ഹൈവേ. അതും കേരളത്തിലൊരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ നിന്നുപോയതാണ്. പിന്നീട് നീങ്ങിയില്ല. അവിടെ പണി നടത്താൻ ചുമതലപ്പെട്ട പവർ ഗ്രിഡ് കോർപ്പറേഷൻ നിരവധി തവണ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു, ഉത്തരവാദപ്പെട്ടവരെ സമീപിച്ചു. പക്ഷേ അനക്കമില്ല. അവരും തിരിച്ചുപോയി. 2016-ൽ അവരെ തിരിച്ചു വിളിച്ചു. ആ പണി ആരംഭിക്കാൻ പറഞ്ഞു. പണി ആരംഭിച്ചപ്പോൾ നേരത്തെ തടഞ്ഞവർ വീണ്ടും തടയാൻ വന്നു. അപ്പോൾ സംസ്ഥാന സർക്കാർ എന്താണെന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ ആ ലൈനിലൂടെ വൈദ്യുതി സുഗമമായി പ്രവഹിക്കുന്നു. ഇതാണ് നാട്ടിലുണ്ടായ മാറ്റം. ഒരു സർക്കാർ നാടിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത്, നാടിൻ്റെ വികസനത്തിനാവശ്യമായ പദ്ധതികൾ പൂർത്തീകരിക്കാനാണ് നിലകൊള്ളേണ്ടത്.
നിർഭാഗ്യവശാൽ UDF നേർവിപരീതമായ നിലയിലാണ് സഞ്ചരിച്ചത്. LDFന് നാടിനോട് പ്രതിബദ്ധതയുണ്ട്, ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊന്നും തടസ്സമായി നിന്നില്ല. നല്ല രീതിയിൽ നാം ആഗ്രഹിക്കുന്ന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞു. ഇത് ഒരു ഭാഗം. വേറൊരു ഭാഗത്ത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല നവോത്ഥാന കാലത്തെ തുടർന്ന് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല കരുത്ത് നേടാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. പ്രത്യേകമായ സാമൂഹ്യ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. 1956 കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം 57 ആദ്യത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. സഖാവ് EMS നേതൃത്വത്തിലുള്ള ആ ഗവൺമെൻറ്റാണ് ആധുനിക കേരളത്തിൻ്റെ വികസനത്തിൻ്റെ അടിത്തറയിട്ടത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു, ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അതിലൊന്നായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ രംഗം സാർവത്രിക വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യമുണ്ടാക്കൽ. അതിനുള്ള നടപടികൾ അന്ന് ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി തന്നെ തുടർന്ന് കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. പൊതുവിദ്യാഭ്യാസ രംഗം വലിയ തോതിൽ ശക്തി പ്രാപിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിലെ സർക്കാർ വിദ്യാലയങ്ങൾ മാത്രമല്ല, എയ്ഡഡ് വിദ്യാലയങ്ങളിൽ സർക്കാർ ശമ്പളം കൊടുത്ത് അധ്യാപകരെ നിലനിർത്തി. അതെല്ലാം പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ 2016 ആ പൊതുവിദ്യാഭ്യാസ രംഗമാകെ തകർന്നു പോകുന്ന കാഴ്ചയാണ് കേരളത്തിന് കാണാൻ കഴിഞ്ഞത്. അന്ന് അടച്ചിടാൻ തീരുമാനിച്ച സ്കൂളുകളുടെ എണ്ണം 1, 10, 100 ആയിരുന്നില്ല. 1000-ൽ പരം സ്കൂളുകളാണ് അടച്ചിടാൻ തീരുമാനിച്ചത്. അതിനൊരു പേരുമിട്ടു, അനാദായകരം. അന്നത്തെ സ്കൂളുകളുടെ പരിതാപകരമായ അവസ്ഥ, ആ അവസ്ഥയിൽ അവിടെ പഠിക്കാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നില്ല. അവിടെ അയക്കാൻ നേരത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വന്ന അച്ഛനും അമ്മയും തയ്യാറാകുന്നില്ല മക്കളെ അവിടെ അയക്കാൻ. അങ്ങനെ സംഭവിച്ചതോ 5 ലക്ഷം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയി. 2016 കണക്ക്. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. ആ പ്രകടന പത്രികയിൽ ഒരു ഭാഗം പൊതുവിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചായിരുന്നു. ശക്തമായ നടപടികൾ ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പേരിൽ ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. ആ പ്രവർത്തനത്തിൽ നാടിനെ ആകെ ഉൾച്ചേർക്കാൻ സർക്കാർ തയ്യാറായി. നാടും നാട്ടുകാരും ഒന്നിച്ചണിനിരന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വലിയ മാറ്റമാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. വെറുതെ ഉണ്ടായ മാറ്റമല്ല, 5000 കോടി രൂപ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ചെലവഴിച്ചു. ആ മാറ്റം സ്കൂളുകൾ നവീകരിക്കപ്പെട്ടു. അവിടെ ആവശ്യത്തിനുള്ള ലാബ് സൗകര്യങ്ങൾ വന്നു, ലൈബ്രറി സൗകര്യങ്ങൾ വന്നു. എല്ലാ തരത്തിലും ക്ലാസ് മുറികൾ നല്ല സ്മാർട്ടായി മാറി. സ്കൂളുകൾ ഹൈടെക്കായി മാറി. 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് 10 ലക്ഷം കുട്ടികൾ പുതുതായി വന്നു ചേരുന്ന അവസ്ഥയുണ്ടായി. ഇതാണ് മാറ്റം. ഇതാണ് ജനങ്ങൾ പറഞ്ഞ LDF വന്നാൽ എല്ലാം ശരിയാകും എന്ന ആ ചൊല്ലിൻ്റെ യാഥാർത്ഥ്യം.